ആണ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. പതിപോലെ ഒരു ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. അപ്പോൾ ഒത്തിരി പണികളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 2-3 ദിവസമായി നമ്മൾ റെസ്റ്റിലായതുകൊണ്ടേ എല്ലാവരും രാവിലെ പോകുന്നതല്ലേ, വിരിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. ദീപക്ക് വന്നത് ഇന്നലെയല്ലേ, അപ്പോൾ അത് കാരണം ദീപക്കിന് നല്ല പണിയും ഉണ്ടായിരുന്നു. മറ്റത് പണി ഉണ്ടാവില്ല, ദീപക്ക് അവധി കഴിഞ്ഞ് വന്ന എന്നു പറഞ്ഞാൽ ഞാൻ ചെയ്യുമായിരുന്നു എല്ലാം. അപ്പം ഞാൻ റെസ്റ്റിലായതുകൊണ്ട് അവന് ഇച്ചിരി പണി കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അവനും വിരിച്ചു തരാൻ പറ്റിയില്ല. കുറേ തുണികൾ ഞാൻ കാണിച്ചു തരാം, ഈ വീഡിയോയിലുണ്ടത്. ഒത്തിരി പണികളുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് കാണണേ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, സെറ്റിയിൽ അച്ഛ ചായ കുടിക്കുന്നു. അപ്പോൾ അത് കാരണം അച്ഛയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന, ചായ കുടിക്കുന്നത് കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ. തണുപ്പാണ് ഫ്രണ്ട്സ്, നല്ല കൊടും തണുപ്പാണ് കേട്ടോ. ഈ മകര സംക്രാന്തിയൊക്കെ കഴിയണം, തണുപ്പ് ഇത്തിരി കുറയണം എന്നുണ്ടെങ്കിൽ. അച്ഛൻ അലക്കാണ്, മമ്മിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഇതേ തുണികൾ കൂടി കിടക്കുന്നു. വെറൈറ്റിയാണ്. അതേ ദീപക്ക് പോകുന്നു പോന്നോ. ഉച്ചക്ക് വരും കേട്ടോ, ദീപക്ക് ഉച്ചക്ക് വരും ദീപക്ക്. ഓ മസാജ് കൊറിയിച്ചേ ചെന്ന് നിൽക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ചേട്ടനും ഒന്ന് തടവിയൊക്കെ കൊടുക്കണം കണ്ടോ. അച്ഛൻ കഴിയിരുന്നാൽ എത്രാമത്തെ പ്രാവശ്യം, ഇതിപ്പോൾ ചേട്ടൻ വന്നപ്പോൾ മുഖം കഴുകി കൊടുക്കണം. കണ്ടോ ചേട്ടൻ്റെ അടുത്തും വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, മുഖം കഴുകി കൊടുക്കണം. ആര് പല്ല് തേക്കണോ മുഖം കഴുകണോ അവന് അപ്പം അത് ചെയ്യണം. പൊന്നാ എത്ര പ്രാവശ്യം മുഖമൊക്കെ കഴുകും പൊന്നാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ മഞ്ഞൾപ്പൊടിയും ബേസൻ പൗഡർ, അതായത് കടലപ്പൊടിയും നമ്മൾ ഓറഞ്ചിൻ്റെ പീലും കൂടെയാണ് മുഖത്ത് തേക്കുന്നത്. അപ്പോൾ ആരും ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡ അല്ല. ബേക്കിംഗ് സോഡ എടുത്തിട്ട് മുഖത്ത് തേക്കരുത്. സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാതെ ഓറഞ്ച് പീല് നമ്മൾ അരച്ചതും ഒക്കെ കൂടെ പാലും കൂടെ ചേർത്താണ് മുഖത്ത് തേക്കുന്നത്. അപ്പോൾ ഞാൻ ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ കടലപ്പൊടി എന്ന് പറഞ്ഞില്ല കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നത് പാത്രം കഴുകാൻ വേണ്ടി ഓറഞ്ച് പീല് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരും ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് ബേക്കിംഗ് സോഡ തേക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കൂടെ അത് പറയുന്നതാണ്. എൻ്റെ ഒരു റോങ് ആണ്. കാരണം ബേസൻ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കടലപ്പൊടി എന്നും കൂടെ പറയണമായിരുന്നു, ഞാനത് പറഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ ബേസൻ പൗഡർ എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ കസ്തൂരി മഞ്ഞളാണ് ചേർത്തത്. ഓറഞ്ചിൻ്റെ പീൽ അരച്ചതും പാലോ തൈരോ അതൊക്കെ ചേർത്താണ് മുഖത്ത് തേക്കുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷ്, നമ്മൾ പാത്രം കഴുകുന്നതിന് വേണ്ടിയാണ്. അതിലാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് ക്ലിയർ ആക്കി തന്നാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടോ എന്തോരം തുണികളാണ്, 3 ദിവസത്തെ തുണികളാണ്. എനിക്ക് റെസ്റ്റിലായതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നതല്ലേ, രാവിലെ അലക്കിയിട്ടപ്പോൾ അലക്കിയ മുകളിലേക്ക് പിരിക്കാൻ പറ്റൂല കേട്ടോ. ഹസ്ബൻഡൊക്കെ പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു 2 ദിവസം കഴിയട്ടെ. ഇതിങ്ങനെ വാഷിംഗ് മെഷീനിൽ കൂടി ഇതേ ഇന്ന് ഹസ്ബൻഡ് ചുട്ടിയെടുത്ത് നിൽക്കുന്നുണ്ടോ ഇത് പിരിക്കാൻ ആണോ. നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോയി മറ്റേ അന്നുള്ള തുണികൾ ഞാൻ അന്നന്ന് അലക്കും. എന്ത് ചെയ്ത് കണ്ടോ, അന്നുള്ള തോർത്തുകൾ ടർക്കികൾ വേറെ തരം തിരിച്ചെടുത്ത് ഇട്ടക്കണം കേട്ടോ. തരം തിരിച്ച് അത് വേറെ ഇത് വേറെ. അപ്പോൾ ഒരു ട്രിപ്പ് അലക്കി, അടുത്ത ട്രിപ്പ് അലക്കാൻ പോകുന്നു. ഇത് 3ാമത്തെ ട്രിപ്പ്, ഇത് 4ാമത്തെ ട്രിപ്പ്. പിന്നെ എൻ്റെ മോൻ്റെ തുണികൾ അത് 5ാമത്തെ ട്രിപ്പ്. ഇന്ന് മൊത്തം അലക്കിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും അലക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്ന് ഹസ്ബൻഡ് വിരിക്കും. അത് ഉണങ്ങി എടുത്തുകൊണ്ട് വരുമ്പോൾ അടുത്തത്, അതായത് നമ്മൾ വീട്ടിലുള്ള സ്ത്രീകളൊന്ന് കിടന്നു പോയാൽ ഇതാണ് അവസ്ഥ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എത്ര പേര് ഇതിനെ അനുയോജിക്കുന്നു? മറ്റത് ഞാൻ എണീറ്റിരിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി വിരിക്കും. അന്നുള്ള തുണികളെല്ലാം വിരിച്ച് മടക്കി എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒന്നായിപ്പോയാൽ ഇതാണ് അവസ്ഥ എന്ന് ഞാനൊന്ന് കാണിച്ചു തന്നാൽ കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇടാൻ പോകുന്നു. ഇതുകൊണ്ടൊന്ന് ഇപ്പോൾ ഹസ്ബൻഡ് വിരിച്ചിട്ട് വരും. ഇനിയുണ്ട് തുണികൾ സ്റ്റാൻഡിലൊക്കെ, അത് ഓരോന്ന് പറക്കിക്കൊണ്ട് വരണം.
3 മണിക്ക് വെയിൽ പോകുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഉണക്കിയിടണം. അപ്പോൾ 7 മണിക്ക് അലക്ക് തുടങ്ങി കേട്ടോ. മറ്റത് ഇങ്ങനെ ഇത് ഫസ്റ്റായിട്ടോ, ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കൂടിക്കിടക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്റ്റിലായതിൻ്റെ ഇത് തൂക്കി മുകളിൽ വിരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അലക്കിയിട്ടും കാര്യമില്ലല്ലോ, താഴെ വിരിക്കാൻ പറ്റില്ല, ഇറങ്ങി മുകളിലും വിരിക്കാൻ പറ്റില്ല, റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഒരു വല്ലാത്ത ഇതായിപ്പോയി. ഈ തുണി ഇങ്ങനെ കിടക്കുന്നത് കണ്ടാലേ നമുക്ക് ഭ്രാന്ത് കയറും. എത്ര പേര് അനുഭവിക്കുന്നത്, നമ്മൾ സ്ത്രീകൾ കിടന്നു പോയാലും റെസ്റ്റിൽ ഇരുന്ന് പോയാലും ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇടട്ടെ. ഇനി ഏകദേശം ഒരു 10-10:30 മണിയാവും ഇതൊക്കെ അലക്കി വരുമ്പോൾ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇത്രയും പണികളൊക്കെ ഇല്ലേ. ഇനി ഭക്ഷണം വെക്കണം, മോൻ്റെ ഭക്ഷണം വെക്കണം. ചേട്ടാ ടാറ്റാ. ഓ ചേട്ടൻ്റെ കൂടെ പുറത്ത് പോകണ്ട, ചേട്ടൻ കൊണ്ടുപോകില്ല പുറത്ത്. നിന്നെ എന്തൊരു ഓട്ടോട് എന്നാടാ ഒന്ന് കൊച്ചിനെ പോ, ചേട്ടന് സമയമില്ല പോകുന്നു. ടാറ്റ ബാ. അവൻ അവിടെ ദേ മമ്മി ഷീറ്റൊക്കെ വിരിക്കാൻ പോകുന്നു. ഷീറ്റൊക്കെ എടുത്ത് കഴുകാൻ. അതിഗംഭീരമായ പണിയാണ് ഫ്രണ്ട്സ് ഇന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് കണ്ടോ, ഷീറ്റൊക്കെ മാറ്റി കുറേ അലക്കാനും പിടിക്കാനുമാണ്. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ സാധിക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ തിരക്കിൽ സാധിക്കുന്നില്ല. ഇന്നത്തെ കറിയുണ്ട്, എന്തെങ്കിലും ഒരു കറിയും കൂടെ വെച്ച്. മോനില്ലല്ലോ, ഹസ്ബൻഡും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അലക്കും ഒത്തിരി പണികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ചേട്ടൻ പോകാൻ വേണ്ടിയാണ് ഇവനിവിടെ നിൽക്കുന്നത്. ഡെയിലി മോൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെയിലി ഇടുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് ഡിഷ് വാഷിൻ്റെയൊക്കെ ലിക്വിഡ് അതേ മുകളിലത്തുള്ളവരെ കണ്ട് ഒന്ന് അതേ പോകുന്ന ചേട്ടൻ ഒരു ചാവി കളഞ്ഞു പോയി. ഇവൻ്റെ ബാഗിലും ഇല്ല. ഈ കോട്ടൊക്കെ ഇടുന്നുള്ളതുകൊണ്ട് വല്ല സ്വെറ്ററിൻ്റെയൊക്കെ അകത്താണോ എന്താണോ. ചേട്ടാ ടാറ്റ പറഞ്ഞു ചേട്ടാ. ഓ വരട്ടടിച്ചിട്ട് ഭയങ്കര വേദന മമ്മിക്ക്. ചേട്ടനെ വിളിക്കുന്നതാണ് ചേട്ടാ. കാലു കണ്ടോ, ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന കാലു ദേ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ചോട്ട കാലു ദേ. ഭയങ്കര തണുപ്പ് കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് സ്ട്രീറ്റ് പപ്പീസിന് മൊത്തം ഇവിടെയുള്ളവർ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുത്തു കേട്ടോ. ദേ ഓടുന്നു കാലുവിനെ കണ്ടിട്ട്. ദേ പോണ് ചേട്ടൻ പോണ്. എന്തോ ഒച്ച എടുക്കണം, ഇങ്ങനെ ഒച്ച എടുക്കുന്നത്. കാലുവിനെ കാണണോ പോനെ? ദേ ചേട്ടൻ പോയി, ബാ കാലുവിനെ കാണാം. ആയിട്ടുള്ള വർത്താനമാണ് കേട്ടോ. ഞാനിങ്ങനെ താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാലുമായിട്ട് വർത്താനം, ഭയങ്കര സ്നേഹം. കാലുവിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടുത്തെ സ്ട്രീറ്റ് പപ്പീസ് മൊത്തം ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഓ പോയാ കലു. അതെ കാലു ഓടുന്ന സന്തോഷത്തിൽ, മോനും ഓടുന്ന സന്തോഷത്തിൽ. ഇത് കണ്ടോ, കാലു മോനും ഒക്കെ ഓടുന്ന സന്തോഷത്തിൽ. കാലുവിടെ എല്ലാ സ്ട്രീറ്റ് പപ്പീസിനെയും ഇവിടുത്തെ ഇലാക്കയിലുള്ളവർ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല കേട്ടോ. പപ്പീസിനെയൊക്കെ ഒരുപാട് നോക്കും. സ്ട്രീറ്റ് പപ്പീസിനെയൊക്കെ ഒരുപാട് നോക്കും കേട്ടോ. അതെ മോനെ പോലത്തെ ഉടുപ്പിട്ടേക്കണേ ഉണ്ടാവൻ. അവൾ കണ്ടോ ഇട്ടേക്കണത്, അവൾക്കും തണുപ്പ്, ഭയങ്കര തണുപ്പ് ഫ്രണ്ട്സ്. ഒന്നാമത്തെ ഈ സംക്രാന്തി, ഇനിയിപ്പോൾ ഈ മാസം മൊത്തം ഈ തണുപ്പാണ്. സ്വെറ്ററും സോക്സും ഷാളും ഒക്കെ പൊതിച്ചിട്ട് വലിയ ഭയങ്കര വലിയ കമ്പിളിൻ്റെ അകത്ത് കിടന്നിട്ടും, വെൽവെറ്റിൻ്റെ കമ്പിളിയുടെ അകത്ത് കിടന്നിട്ട് 1/2 മണിക്കൂർ വായുവൊക്കെ കിടുകിട വിറക്കുന്ന, കാലും കൈയും വിറക്കുന്ന അത്ര തണുപ്പായിട്ടോ. ഇത് കണ്ടോ കാണിക്കുന്നത്. ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, പാവം. ചോ കാലു തണ്ടലേച്ചേ. വലിയ കാലുവിനൊക്കെ അവിടെയുള്ള വലിയ പപ്പീസിനൊക്കെ ഡോഗ്സിനൊക്കെ ഇവിടുത്തെ ഉള്ളവർ ഡ്രസ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ ഇലാക്കയിൽ ചെല്ലുമ്പോഴും ഇവിടുത്തെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ സ്ട്രീറ്റ് ഡോഗ്സിനെയൊക്കെ ഒരുപാട് നോക്കും കേട്ടോ. നല്ലവണ്ണം നോക്കും. അതിന് ആക്സിഡൻറ്റ് വന്നാലും എടുത്തുകൊണ്ട് പോകും. ഭയങ്കര കെയറിങ്ങാണ് കേട്ടോ. എൻ്റെ മോൻ വർത്താനം പറഞ്ഞ് കാലുമായിട്ട് വർത്താനം പറഞ്ഞ്. കല്ലു തൻ്റെ എന്താ ഭയങ്കര തണുപ്പല്ലേ ചോദിച്ചേ. കല്ലു ചോദിച്ച പൊന്നോ. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പോവാം. നമുക്ക് പോവാം. ഈ താഴെ ഞങ്ങൾ താമസിക്കാത്തതുകൊണ്ടേ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴെ ഉണ്ടെങ്കിൽ അവൾ എപ്പോഴും വന്നിരിക്കും. മഴ വന്നാൽ ഇതിൻ്റെ അകത്തേക്ക് കയറിയൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, ഗ്രില്ലിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ കയറ്റിയിരുത്തുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മുകളിലായതുകൊണ്ട് താഴെ ആരെങ്കിലുമൊക്കെ വന്നാൽ അറിയില്ല, എപ്പോഴും പൂട്ടിയിട്ടേക്കുന്നതല്ലേ.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പണി തുടങ്ങും. 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾ എൻ്റെ ആ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പണി തുടങ്ങാനിരിക്കുന്ന കേട്ടോ. അപ്പോൾ ബൈ ചാൻസ് ഞങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കോളടിച്ചു നമ്മുടെ കലുവിന്. കല്ലുച്ചേ, കല്ലു, അപ്പച്ചു കല്ലു, കല്ലു. അവർക്ക് രാവിലെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടുത്തെ ഇലാക്കയിലുള്ളൊരു ബിസ്ക്കറ്റ് കൊടുക്കും, ചോറ് കൊടുക്കും. പക്ഷേ ഇവളിങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൾക്ക് 5-6 വയസ്സായി കേട്ടോ. ഇവൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൾ 2-3 കുട്ടികളെ പ്രസവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശസ്ത്രക്രിയ ചെയ്തു. ഇവർക്ക് ഹെൽത്ത് ഇല്ല. അതുകൊണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്തിട്ട് ഇപ്പോൾ ഗർഭിണിയാവില്ല കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവർക്ക് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡൊക്കെ വരും, ഭയങ്കര അസുഖങ്ങളാണ്. അതുകൊണ്ട് അവൾക്ക് ശസ്ത്രക്രിയയൊക്കെ ചെയ്തൊക്കെ. വരട്ടെ, ചോറ് വെച്ചിട്ട് തരട്ടെ. കല്ലു ഖാനം ബനാത്തോ ദേബേ തുമിക്കോ. ഒരുത്തെ കാത്തു കുത്തി കിടക്കുന്ന ബാ പോവാ. എനിക്ക് ഒരു കുന്ന് പണി. തുമി താക്കോ ഖാനം ബനാക്കി ദേബേ. ചോറ് വെക്കുന്ന രാവിലെ 9 മണിക്ക് ചോറാവോ? വെക്കട്ടെ, തരാം. തണുത്ത് വിറച്ചിരിക്കുന്ന നീ. അവൻ മുകളിലത്തുള്ളവരെ വിളിക്കുന്ന കേട്ടോ. ഭയങ്കര തണുപ്പാ ഫ്രണ്ട്സ്, ഭയങ്കര തണുപ്പ്. ആരെയാണ് വിളിക്കുന്നത്? അവർ വെയിൽ കൊള്ളാൻ വന്ന് നിൽക്കുന്നതാട്ടോ മുകളിലത്തുള്ളവരെ. എപ്പോഴെപ്പോഴും അവരെ വീഡിയോ എടുക്കുന്ന മോശമല്ലേ പൊന്നോ. ബുള്ളറ്റല്ല വീഡിയോ എടുക്കാൻ. ആൾക്കാർ വാടകക്കാരാണ്. അവരെ എപ്പോഴെപ്പോഴും മമ്മി വീഡിയോ എടുക്കുന്നത് മോശമാണ്, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാളു അവിടെ നിൽക്കുന്നു. അതാണ് ഇവനാ നോക്കുന്നത്. ഈ കാളു ഓടുന്നുണ്ട്. കാളു ഇത് കണ്ടോ, കാളു ഓടുന്നു. അതാണ് ഇവൻ നോക്കുന്നത്. കാളുവിന് ചോറായിട്ടില്ല. ചോറാവുമ്പോൾ അവൻ കറക്റ്റ് ടൈമിന് വന്നോളൂ. ഇപ്പം അവന് ഈ മീറ്റക്കടയുടെ ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ഓട്ടമാണ്. പാവങ്ങളാണ് കേട്ടോ ഇതുങ്ങളൊക്കെ. നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റും ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ കിടന്നിട്ട് വഴക്ക് പറയണം, ഇന്നെന്തിനാണ് ഷീറ്റ് മാറ്റിയത് ഇത്രയും അലക്കാനുള്ളപ്പോഴും. പക്ഷേ ഞാൻ ഒന്നരാടെ ഷീറ്റ് മാറിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ റെസ്റ്റിലായത് കൊണ്ടാണ് ഈ 2 ദിവസമൊക്കെ 3 ദിവസം കൂടുമ്പോൾ ഷീറ്റ് മാറുന്നത്. ഡെയിലി എനിക്ക് തോർത്തും ഹാങ്കിയും എന്നും കഴുകണം, എന്നും ബാത്റൂം കഴുകണം, ഇങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ പുള്ളിക്കാരനെ വിരിക്കാനൊന്നും അത്ര വശമില്ലേ. അപ്പോൾ ഈ 3 മണി വരെയല്ലേ വെയിലുള്ളൂ ഇപ്പോൾ തണുപ്പായത് കാരണം. അപ്പോൾ ഇതൊന്നും ഉണങ്ങിയും കിട്ടുന്നില്ല. വിരിക്കേണ്ട ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ നമ്മൾ 2 സൈഡും പിടിച്ച് താഴോട്ടാക്കിയൊക്കെ വിരിച്ച് കഴിയുമ്പോൾ ആ സൂര്യപ്രകാശം പെട്ടെന്ന് ഏറ്റത് ഉണങ്ങും. ഇദ്ദേഹത്തിന് അത്ര അധികമൊന്നും വശമില്ല. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് 3 മണിയായാലും ഒരു പ്രാവശ്യം വിരിക്കുന്ന തുണികൾ ഉണങ്ങി കിട്ടില്ല. ഞാനങ്ങനെയല്ല, വിരിക്കുമ്പം തന്നെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ഉണങ്ങും. പിന്നെ അടുത്ത ട്രിപ്പ് വിരിക്കും. ഇങ്ങനെയൊക്കെ കേട്ടോ. ഇപ്പോൾ വീട് പണി കഴിഞ്ഞാൽ പിന്നെ കുറേ അയകൾ പോയി. ഇപ്പോൾ അയകൾ നമ്മൾ വച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇന്നത്തെ പണിയാണ് കേട്ടോ, ഷീറ്റ് വിരിക്കൽ. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് നമ്മൾ സ്ത്രീകൾ ഒന്ന് കിടന്ന് പോയാലുണ്ടല്ലോ എല്ലാം തരികടയാവും വീട്ടിലുള്ള എല്ലാവരും. സത്യത്തിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഏകദേശം നമുക്ക് അങ്ങോട്ട് പൂര റെസ്റ്റ് എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ കിടക്കാനൊന്നും പറ്റൂല ഈ പണികളൊക്കെ കണ്ട്. എന്നാലും ഞാൻ 10-18 ദിവസം ഇപ്പോൾ പതുക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് അത് അവോയ്ഡാക്കി വേറൊരു ദിവസം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന സമസ്യകളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വീട്ടിലും നടക്കുന്നതാണല്ലേ ഫ്രണ്ട്സ് ഇതൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇവിടെയും അങ്ങനെ തന്നെ 4 പേരെ ഉണ്ടെങ്കിൽ 40 പേരുടെ തുണിയാണ് ഇവിടെ അലക്കുന്നത് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഡെയിലി ഇവർ മാറുന്നത്. പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ കൊണ്ടുവന്ന് വിരിക്കാൻ പറയാൻ പറ്റില്ല ഈ തണുപ്പ് സമയത്ത്. പിന്നെ ഇവരൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര തളർന്നു വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് കാരണം അതൊന്നും പറ്റത്തില്ല പറയാൻ. വേറെയുള്ള പണികൾ പറയാൻ നമുക്ക് പറ്റില്ല. അവരൊക്കെ രാവിലെ 8:30-9 മണിക്ക് പോയി രാത്രി പാവം ഇത്രയും ദൂരെയൊക്കെ ഇരുന്ന് വരുന്നതല്ലേ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കഴിവതും ഞാൻ ആരെയും കൊണ്ട് ജോലി എടുപ്പിക്കാറില്ല, ഞാൻ തന്നെ ചെയ്യാറാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് കുറച്ചൊക്കെ ചെയ്യണം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ചായ ഇടാൻ പോലും വശമില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടിയൊക്കെ അങ്ങനെ ചായ ഇടുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ, പതുക്കെ.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ദീപക്കും 4 ദിവസം അവധിയായിപ്പോയി. അപ്പോൾ ആകെ പ്രശ്നത്തിലായി. മോളെന്ന് പറഞ്ഞാൽ മോളും അവിടെ ഇവിടെയൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയി പാവം തളർന്നൊടിഞ്ഞൊക്കെ വന്ന് അവിടെ ഓഫീസിനൊക്കെ വന്ന് കിടക്കുന്നതല്ലേ. ഇപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ന് ഷീറ്റ് വിരിച്ചു. അപ്പം നമ്മുടെ മോൻ മോളിൽ അച്ഛൻ്റെ കൂടെ കയറിയിരിക്കണം കേട്ടോ, അച്ഛൻ്റെ കൂടെ കയറിയിരിക്കണം തുണികൾ വിരിക്കാൻ. ഇപ്പം വന്നിട്ട് ഇതൊരു കുളുന്ന് അവന് കഴുതില്ലെങ്കിൽ അവന് സമാധാനം വരില്ല കേട്ടോ. കണ്ടോ, ഇനിയും ഉണ്ട്, ഒരു തലവണി കുറേയും കൂടെ ഉണ്ട്, അതൊക്കെ ശരിയാക്കണം. അപ്പം എല്ലാവരും ഞാൻ എന്നും വീഡിയോ ഇടണ്ടേ, അപ്പം ഇതൊക്കെ കാണിച്ചിരുന്ന വീട്ടിൻ്റെ നമ്മുടെ ഹോം ലൈഫൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വന്നതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ വീഡിയോ ആയി. ഇനി ഒരു തലവണി കുറേയും കൂടെ ഉണ്ട്, അതും കൂടെ മാറ്റട്ടെ. നമ്മളെ പുള്ളിക്കാരൻ കിടന്ന് വഴക്ക് പറയുന്ന കേട്ടോ, ഇത്രയും തുണികളപ്പോൾ എന്തിനാ ഷീറ്റ് മാറിയത്, നാളെ മാറ്റാൻ പാടില്ലേ, നാളെ മാറ്റാൻ പാടില്ലേ എന്ന്. ഞാൻ ഓർത്തു ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അലക്കായി ഈ ഷീറ്റൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കാരനുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള പണിയെ അവർ എടുക്കുള്ളൂ കേട്ടോ. അവർ 3-4 വീട്ടിലൊക്കെ പണിയുന്നുള്ളവരല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സെപ്പറേറ്റ് പണി പറഞ്ഞിരുന്നാലും അവരതിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് പൈസയും കൊടുക്കും, എല്ലാം ചെയ്യും. അങ്ങനെ ഷീറ്റ് വിരിക്കലും കഴിഞ്ഞു. നമ്മുടെ മോൻ വന്ന ഒരു കുളുകുളുകുള കാണിക്കലുണ്ട്. അത് ബുള്ളറ്റല്ല പൊന്നാ, അത് ബുള്ളറ്റല്ല. ഇത് കണ്ട, അത് ബുള്ളറ്റല്ല പൊന്നാ, ഇത് വേറെ പൂച്ചയാണ്. ഇത് ബുള്ളറ്റല്ല, പാവം ബുള്ളറ്റെന്ന് വിചാരിച്ചാണ്. ബുള്ളറ്റിൻ്റെ വീടിൻ്റെ മേൽക്കൂരയെന്നായി വരുന്നത്. ഇത് കണ്ടോ, ബുള്ളറ്റല്ല പൊന്നാ അത്. വലിയ കാട് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നു. വേണ്ട, അവൾ നീ കുറച്ചപ്പോൾ ആ പൂച്ച പോകുന്നു പേടിച്ച്. മമ്മി പാല് കൊടുത്ത പൂച്ചയാണ്. അതാണ് അത് അവിടെ വന്ന് ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒച്ച എടുത്താൽ പോവും. കണ്ടോ, അത് പോയി. കണ്ടോ, അത് പോയി. കണ്ടില്ലേ, അവിടെ നിന്ന് നോക്കണം. മ്യാവ് മ്യാവ്, പേടിച്ച് പോയി. കണ്ടില്ലേ, നീ ഇങ്ങനെ ഒച്ച എടുത്താൽ പോവില്ലേ. ബുള്ളറ്റല്ല ഓടാതിരിക്കാം. ബുള്ളറ്റിന് പേടിയില്ലേ ഇരുന്ന്, അവൾക്ക് പേടിയുണ്ട് പോന്നാ. ബാ, ഇടയിലേ നല്ലൊരു കരിപ്പട്ടി ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തണുപ്പ് വരുമ്പോൾ എപ്പോഴും കരിപ്പട്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഈ തണുപ്പ് കഴിയുമ്പോഴേ കരിപ്പട്ടി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച് ഒന്നിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഒരു വർഷത്തേക്ക്. അപ്പോൾ ഞാനിന്നൊരു കരിപ്പട്ടി ചായ ഇടാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഈ കരിപ്പട്ടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താൽ കേട്ടോ. അതിൽ നിന്ന് ഞാൻ ചെത്തി എടുത്താണ്. കുറച്ച് ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ഏലക്കയും ഗ്രാമ്പും കൂടെ ഇടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചായ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ വർഷവും ഞങ്ങൾ കരിപ്പട്ടി മേടിച്ച് വെക്കും. ഈ തണുപ്പ് കഴിഞ്ഞാൽ കരിപ്പട്ടി ഇതുപോലെ കിട്ടത്തില്ല കേട്ടോ. അതാണ്. അപ്പോൾ കരിപ്പട്ടി കാപ്പിപ്പൊടി ഞാൻ ഇടുന്നില്ല, ചായ തന്നെ ഇടാനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുടിക്കും കേട്ടോ. സോറി, എന്താണെന്നറിയാമോ, നല്ലതല്ലേ, വയറ്റിനൊക്കെ നല്ലതാണ് കരിപ്പട്ടി. പിന്നെ ഈ തണുപ്പ് സമയത്ത്, ഇതുപോലത്തെ ഉള്ള തണുപ്പ് സമയത്ത് ഈ കരിപ്പട്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളത്, പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ ടൈമിലാണ് ഇവിടെ ഓരോന്ന് കിട്ടുന്നത് കേട്ടോ. ഈ സീസൺ ടൈമിൽ കിട്ടുമ്പോൾ നമ്മളുണ്ടല്ലോ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. സബ്ജികളാണെങ്കിൽ സബ്ജി മൊത്തം നല്ല കറികളുണ്ടാക്കും, എപ്പോഴും വെജിറ്റബിളും ഒക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി തൊട്ട് സബ്ജിക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ ഇലാച്ചി, അതായത് ഏലക്കയും ഗ്രാമ്പൂവും ഞാൻ ഇഞ്ചിയും കൂടെ ഇടിച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കരിപ്പട്ടി ഇടാം. ഈ മസാല ടീ ഒക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. എൻ്റെ പ്ലേലിസ്റ്റിൽ ചെന്ന് കണ്ടാൽ ശംഖുപുഷ്പത്തിൻ്റെ ടീ, മസാല ടീ ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല കേട്ടോ, അത് കൂടുതൽ വ്യൂവേഴ്സൊന്നും കണ്ടിട്ടില്ല. എൻ്റെ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ കാണാം. അവരൊക്കെയാണ് ഇപ്പം മസാല ടീ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ കൂടുതൽ ഡാൾച്ചീനിയൊക്കെ ഒന്ന് പൊടിച്ചിടും. അപ്പം ഞാൻ കരിപ്പട്ടി ഇട്ടു. അതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഇച്ചിരി ചായപ്പൊടി ഇടും. കാപ്പിപ്പൊടി ഇടുന്നില്ല ഞാൻ, ചായ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കരിപ്പട്ടി ഇട്ട് വെക്കും. നമ്മുടെ ഹസ്ബൻഡ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ചായപ്പൊടി വേണ്ട, കാപ്പിപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാപ്പിപ്പൊടി ഇടുന്നു കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ തന്നെ കാപ്പിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു. ഇളക്കട്ടെ നല്ലവണ്ണം സ്പൂൺ കൊണ്ട് ഇളക്കാം. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ചായപ്പൊടി വേണ്ട, കാപ്പിപ്പൊടി മതിയെന്ന്. അപ്പോൾ എന്നാൽ ഞാൻ ചായപ്പൊടി ഇട്ടില്ല ഭാഗ്യത്തിന്.
അപ്പോൾ ഇതുപോലെ ഒന്ന് ചക്കര കാപ്പിയൊക്കെ കുടിച്ച് നോക്ക് കേട്ടോ. എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെടും നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കാപ്പി തിളച്ച് ഒന്ന് അരിക്കട്ടെ കേട്ടോ. അരിച്ച് നല്ല വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് വേണം. നല്ല ടേസ്റ്റായിരിക്കും. കരിപ്പട്ടിയല്ലേ, നല്ല ടേസ്റ്റാണ്. അത് ഈ നല്ല പൊരിഞ്ഞ തണുപ്പത്ത് കഴിക്കാനായിട്ടോ. അപ്പോൾ എത്ര പേര് ഈ ചായ കണ്ടിട്ട് കൊതിയാവുന്നു. ഇതുപോലെയൊക്കെ ഉണ്ടാക്കണേ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ കരിപ്പട്ടി ചായ ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് കൊണ്ടുവന്ന് കൊടുക്കട്ടെ. പുള്ളിക്ക് നല്ല തണുപ്പ് കേട്ടോ. കാല് വരെയുള്ള പൈജാമയൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിലൊക്കെ വിരിച്ചു വന്നപ്പോൾ നല്ല തണുത്ത കാറ്റും. ഇതവിടെ വെച്ചിട്ട് നിന്നൂടെ 2 ബ്രിട്ടാനിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മോന് ഇവിടെ വന്ന് കിടക്കണം കേട്ടോ. മുകളിൽ അച്ഛൻ്റെ കൂടെ വിരിക്കാൻ പോയിട്ട് ഇവിടെ വന്ന് കിടക്കുന്ന. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചക്കരക്കാപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ഇട്ട് കുടിക്കണേ. ചായപ്പൊടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ചക്കര ഇടാം കേട്ടോ. ചക്കര കരിപ്പട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അവന് ഇവിടെ വന്ന് ആ കുളുകുള കാണിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കോളുടെ കുട്ടൻ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഞാനിങ്ങനെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തന്നേ ഉള്ളൂ. കാരണം കുറേ പണികളുണ്ട് കേട്ടോ. നാളെ അപ്പോൾ ഇത്തിരി പണി കുറയും, ഞായറാഴ്ച വേണ്ട. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ, സഹകരിക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.